നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ കൺസിഡർ ചെയ്യാനുള്ള റീസൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് വിൽ ബി മോർ ആൻഡ് സെക്കൻഡ് തേർഡ് എന്നുള്ളതിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വി വിൽ കൺഫൈൻ ഓൺലി ദി ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോട്ട് മാറിയല്ലേ? ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് വന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇത്രയും പാർട്ട് ഇതിന് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ പാർട്ട് അതെന്താണെന്ന് വെച്ചാൽ ആ പാർട്ട് ഇല്ലെങ്കിലും നമുക്ക് ഇവിടേക്ക് വരാം. ആ പാർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്കുള്ള പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ UF എന്ന് കാണിക്കുന്നുണ്ട്. UI എന്ന് പറയുമ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് അൺപെർട്ടർബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ലെവലും നമുക്ക് പറയാം അൺപെർട്ടർബ്ഡ് എന്ന് പറയാം. അൺപെർട്ടർബ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം വേണമെങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കാം, എക്സൈറ്റഡ് ലെവലിൽ വരാം, സെക്കൻഡ് എക്സൈറ്റഡ് ലെവലിൽ വരാം. അതെല്ലാം എന്താണ് അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ് ആണ്. കാരണം അതെല്ലാം അതിൻ്റെ ഒറിജിനലി ഹൈഡ്രജൻ ആറ്റം മാത്രമുള്ള സമയത്തുള്ള സ്റ്റേറ്റ് ആണ് അതെല്ലാം. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ ഏതെങ്കിലും ഒരു അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിൽ UIയിൽ വരുന്നുണ്ടാവും. അത് ഗ്രൗണ്ടോ മറ്റോ ഒന്നാവണമെന്നില്ല, ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് UI. ആ UI എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റിൽ സിസ്റ്റം നിൽക്കുന്ന സമയത്ത് നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യണേ. സോ ദ സിസ്റ്റം റീച്ച് അനദർ സ്റ്റേറ്റ് UF എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് UF എന്നുള്ളത് രണ്ടും സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ψF എന്നുള്ളത് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് R ആൻഡ് T. അപ്പോൾ അതിൽ R ആൻഡ് T എന്നുള്ള ഫംഗ്ഷനിൽ Rനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടാണ് UF എന്നുള്ളത്. ആക്ച്വലി ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി U of R into e raised to minus IE by h cross into T എന്ന ഫോമിലാണ് വരിക. അപ്പോൾ സോ അൺപെർട്ടർബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ the probability of transmission from one initial state to final state is UF. This is UI, that is the time development operator in interaction picture. UI of T0 UI. This is capital I എന്നുള്ളത് it is interaction picture എന്നുള്ളതാണ്. This small I എന്നുള്ളത് initial state ആണ്. And UI of T0 represents the time development operator from T0 to T in interaction picture. അതിൻ്റെ സ്ക്വയർ. That is the probability of transition. അപ്പോൾ it is the probability of transition. So നമുക്ക് ഈ ഫസ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് this is correct. ഇതിലിപ്പോൾ അപ്രോക്സിമേഷൻ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ. this is correct ഫോർമുല. ഈ അപ്രോക്സിമേഷൻ വരുന്നത് ഈ ഒരു ടേമിലാണ്, that is UI എന്നുള്ളത്. we have derived a series solution for the time development operator in interaction picture. അപ്പോൾ ആ സീരീസ് സൊല്യൂഷനിൽ ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വി ആർ അപ്ലൈയിങ് ഓൺലി ദ ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫ്രം സം ഇനീഷ്യൽ സ്റ്റേറ്റ് ടു എ ഫൈനൽ സ്റ്റേറ്റ് വിത്ത് I not equal to F. I equal to F ആണെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും ട്രാൻസിഷൻ ഇല്ല എന്നർത്ഥം. അപ്പോൾ Iയും Fഉം ഈക്വൽ ആവാത്ത രീതിയിൽ ദ ഫൈനൽ സ്റ്റേറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ UI എന്നുള്ളതിന് ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. വാട്ട് ഈസ് ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ? ഇറ്റ് ഈസ് UI of T0 is equal to 1 plus 1 by IH cross integral T0 to T VI of T dash dt dash. ഇത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂ കണ്ടെത്താം. അതാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കവർ ദ വാല്യൂ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. ദാറ്റ് ഈസ് UF UI ക്യാപിറ്റൽ UI then small UI എന്ന് പറയുന്ന ആ ടേം കാണുന്നുണ്ട്. സോ UF UI is equal to it is equal to we see that ഇതിൻ്റെ ഇന്നർ പാർട്ടിൽ വരുന്ന UI of T0 എന്നുള്ളത് ഇറ്റ് ഈസ് 1 plus 1 by IH cross integral T0 to T VI of T dash dt dash. അത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 2 ടേംസ്. ഒന്നാമത്തെ പാർട്ട് UF1 UI ദാറ്റ് ഈസ് UF UI എന്ന് വരും. പ്ലസ് സെക്കൻഡ് പാർട്ട് 1 by IH cross UF VI of T UI into dt dash. ബിക്കോസ് ഇവിടെ VI of T എന്നുള്ളതാണ് ഓപ്പറേറ്റർ, അതാണ് ഈ UF UIയിൽ ഓപ്പറേറ്റ് ചെയ്യുക. സോ UF VI of T UI dt dash എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആസ് യൂഷ്വൽ നമുക്ക് പറയാം UF UI they are different.
There are two different ortho and also orthogonal. കാരണം ഇത് രണ്ടും രണ്ട് ഐഗൻ സ്റ്റേറ്റ് ആണ് നമ്മുടെ അൺപെർട്ടർബിൾ ഹാമിൽട്ടോണിയൻ്റെ. സോ ദിസ് വിൽ ബി സീറോ. യു എഫ് യു ഐ സീറോ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/IH ക്രോസ് ഇൻ്റഗ്രൽ T0 to T യു എഫ്. നൗ വി ഐ എന്നുള്ളതിന് ദാറ്റ് ഈസ് ദ പെർട്ടർബേഷൻ ഇൻ ഇൻട്രാക്ഷൻ പിക്ചർ എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ പോകണേ ഇൻ ടേംസ് ഓഫ് ദി പെർട്ടർബേഷൻ ഇൻ ഷോർഡിഞ്ചർ പിക്ചർ. ദാറ്റ് ഈസ് U0 ഇൻവേഴ്സ് വി U0. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞതാണ്. The state function and operator in interaction picture is defined by this. അതിൽ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ ഈ രീതിയിൽ വരാം, U0 V U0 എന്നുള്ള രീതിയിൽ into ui dt dash. That is equal to 1/h cross integral T0 to T uf into. Now this one നിങ്ങൾക്കറിയാം U0 T dash T0 എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ ആണ് e raised to minus IH0/h cross integral T dash minus T0. ഞാൻ ഇന്നലത്തെ നോട്ടിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞ പാർട്ടിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതാണ്, ദിസ് ഇസ് ദി ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ e raised to minus IH0/h cross. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് U0 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ e raised to plus IH cross ആവും into v of t dash ui dt dash. That is now this one. ഈ ഒരു ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we can see that e raised to x എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ വരെ 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും 1 മൈനസ് വരുന്നുണ്ട് മൈനസ് IH0 t dash minus T0 by h cross. അപ്പോൾ ഇവിടെ H0 എന്നുള്ളതാണ് ഓപ്പറേറ്റർ വരിക. H0 ഓപ്പറേറ്റിംഗ് ഓൺ ui എന്നുള്ളത് H0 എന്നുള്ളത് ഇറ്റ് ഈസ് ദ അൺപെർട്ടർബിൾ ഹാമിൽട്ടോണിയൻ. ui എന്നുള്ളത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഐഗൻ സ്റ്റേറ്റ്സ് ഓഫ് ദി അൺപെർട്ടർബിൾ ഹാമിൽട്ടോണിയൻ. H0 ഓപ്പറേറ്റിംഗ് ഓൺ ui എന്നുള്ളത് ui എന്ന് വരും. പിന്നെ H0 സ്ക്വയർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ei സ്ക്വയർ ui സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് കാണും അവിടെ ആ എക്സ്പാൻഷൻ എന്നുള്ളത് 1 plus x by 1 factorial plus x by 2 factorial എന്ന എക്സ്പാൻഷനിൽ H0യുടെ സ്ഥാനത്തെല്ലാം എന്ത് വരും, ei എന്നുള്ള ടേം വരും. സോ അതിനെ തിരിച്ച് എക്സ്പാൻഷൻ തിരിച്ച് e raised എന്ന ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E0 e raised to minus ei by h cross into t dash minus T0 ui എന്ന് കൊടുക്കാം ആസ് H0 ui is equal to ei ui. അതുപോലെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഈ ഒരു ഓപ്പറേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാ കെറ്റ് എന്നുള്ളതിനെ കെറ്റ് ബ്രാ സ്റ്റാർ എന്ന് എഴുതാം. അപ്പോൾ ആ സ്റ്റാർ എന്ന് എഴുതുകയാണെങ്കിൽ ഇത് തിരിച്ച് ഇവിടേക്ക് എത്തും. അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെയും എഴുതാൻ പറ്റും. H0 ഓപ്പറേറ്റിംഗ് ഓൺ uf എന്നുള്ളത് ef എന്ന് വരും. സോ ദിസ് ടൈം H0 എന്നുള്ളത് ഇറ്റ് ബിക്കംസ് ef എന്ന് വരുന്നുണ്ടാവും. സോ വി ക്യാൻ റൈറ്റ് ദിസ് uf ui is equal to 1/h cross integral T0 to T. Then this one ഈ ഓപ്പറേറ്റർ ഇറ്റ് ബിക്കംസ് e raised to I ef by h cross into t dash minus T0. റിമെമ്പർ ഇതിപ്പോൾ ഒരു ഓപ്പറേറ്റർ അല്ലാതായി മാറി, കാരണം ഇവിടെ H0 അല്ലുള്ളത്, എനർജിയാണുള്ളത്. ആൻഡ് ദിസ് ടേം ഇറ്റ് ഈസ് e raised to minus I ei by h cross into t dash minus T0. റിമൈനിങ് വിൽ ബി uf u, then there is v of t dash ഇത് വരുന്നുണ്ടാവും, പിന്നെ ui. അപ്പോൾ ഇവിടെ കിട്ടും uf v of t dash ui dt dash. That is equal to 1/IH cross e raised to I by h cross ഇവിടെ ഒരു ef മൈനസ് ei ഉണ്ട്. t dash മൈനസ് T0 എന്നത് രണ്ടിനും കോമൺ ആണ്. സോ t dash മൈനസ് T0 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ we get ef minus ei by h cross into t dash minus T0. The remaining is uf v ui. ദിസ് ഈസ് ദ മാട്രിക്സ് എലമെന്റ്സ് ഓഫ് വി എന്നുള്ളതിൻ്റെ മാട്രിക്സ് എലമെന്റ് ആണത്. അപ്പോൾ അതിനെ VFI എന്ന് കൊടുക്കാം. ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഡാഷ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. സോ VFI ടി ഡാഷ് ഡി ടി ഡാഷ് വെർ VFI ഈസ് ഈക്വൽ ടു ബ്രാ uf v ui, ദാറ്റ് ഈസ് മാട്രിക്സ് എലമെന്റ്സ് ഓഫ് VFI. Now put this one ef minus ei by h ക്രോസിന് ഞാൻ ഒമേഗ fi എന്ന് വിളിക്കണം. അങ്ങനെ വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ef മൈനസ് ei by h ക്രോസ് എന്നുള്ളതിൻ്റെ ef എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഫൈനൽ എനർജി ലെവൽ, ei എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ എനർജി ലെവൽ, ആൻഡ് ef മൈനസ് ei by h ക്രോസ് വിൽ ബി ഈക്വൽ ടു ദി it is equal to the frequency difference because E is equal to h nu എന്ന് വരാം. h nu എന്നുള്ളതിന് നിങ്ങൾക്ക് h ക്രോസ് ഒമേഗ എന്ന് കൊടുക്കാം. അപ്പോൾ f മൈനസ് ei by h ക്രോസ് എന്നുള്ളതിനെ വി ക്യാൻ റൈറ്റ് സം ഒമേഗ fi എന്ന് കൊടുക്കാം. ഒമേഗ fi എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും തമ്മിലുള്ള എന്ന രീതിയിൽ fi കൊടുക്കുന്നത്. So it is the transition frequency between the
ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, ബോർ ഫ്രീക്വൻസി എന്ന് പറയാം. ബോർ ഫ്രീക്വൻസി എന്ന് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇതിനെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇ എഫ് മൈനസ് ഇ ഐ, ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രീക്വൻസി. അത് മാറ്റി എഴുതുകയാണെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് യു എഫ് യു ഐ യു ഐ ഈസ് ഈക്വൽ ടു 1/IH ക്രോസ് ഇൻറ്റഗ്രൽ T0 to T e raised to I. This becomes omega Fi T dash minus T0 Vfi of T dash dt dash. So the transition probability is ഇതിൻ്റെ സ്ക്വയർ ആണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. സോ 1/IH ക്രോസിൻ്റെ മോഡുലസ് സ്ക്വയർ, ദാറ്റ് ഈസ് 1/H ക്രോസ് സ്ക്വയർ. ദെൻ ബാക്കിയുള്ളത് അതുപോലെ തന്നെ മോഡുലസ് സ്ക്വയർ ആക്കിയതാണ്. ദ മോഡുലസ് ഓഫ് integral T0 to T Vfi T dash e raised to I omega Fi T dash minus T0 dt dash all square. Now ഒരു ചെറിയ അപ്രോക്സിമേഷൻ നമ്മൾ കൊടുക്കുക, ഒരു ചെറിയ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ഇനീഷ്യലി ടൈം നമുക്ക് എവിടെ എടുക്കാം? അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഇനീഷ്യൽ ടൈം നമ്മൾ 0 എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, T0 എന്നുള്ളത് 0 എടുക്കുകയാണെങ്കിൽ ദിസ് ബിക്കംസ് WI2F, that is the transition probability. It is equal 1/H cross square integral 0 to T Vfi of T dash e raised to I omega Fi T dash into dt dash whole square for I not equal to F. I F എന്നല്ല സെയിം അല്ല. So this is the standard equation. Then this is the basic equation of the first order time dependent perturbation theory. അപ്പോൾ ഇവിടെ കാണാം ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ തിയറി എന്നുള്ളതിൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ, ആൾറെഡി ഈ സിസ്റ്റത്തിന് ഒരുപാട് എനർജി സ്റ്റേറ്റ്സ്, ഐഗൻ സ്റ്റേറ്റ്സ് അവൈലബിൾ ആണ്, ദാറ്റ് ഈസ് അൺപെർട്ടർബ്ഡ് ഐഗൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐഗൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു ഗോയിങ് ടു അനദർ സ്റ്റേറ്റ്, ആ ട്രാൻസിഷൻ പ്രോബബിലിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷനിൽ ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്ററിലെ 2 ടേം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we will get the general result as, that is if we apply the perturbation at a time 0 and if we look at the system at a time t, then the probability of transition from that initial state to a final state will be this one. That is, this is the probability of transition from a single initial state I to a single final state F. അപ്പോൾ 2 സ്റ്റേറ്റും ഐയും എഫും ഡിസ്ക്രീറ്റ് ലെവലാണ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്, കാരണം ഇവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ടാവാം. അപ്പോൾ സോ ഇത്രയുമാണ് ബേസിക് എന്നുള്ളത് ഫസ്റ്റ് ഓർഡർ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിൽ. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് 2 അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഒന്ന് കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷൻ, ഒന്ന് ഹാർമോണിക് പെർട്ടർബേഷൻ. അപ്പോൾ അതിൽ കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷനിൽ അതിൻ്റെ പാർട്ടായിട്ട് കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷൻ്റെ അപ്ലിക്കേഷനായിട്ട് സ്കാറ്ററിങ് വരുന്നുണ്ട്, ദെൻ ബോൺ അപ്രോക്സിമേഷൻ, ഇതെല്ലാമാണ് വരുന്നത്. അപ്പോൾ അതിൽ കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷൻ നോക്കാം. മാത്തമാറ്റിക്കലി വളരെ ഈസിയാണ്, അത്ര പ്രയാസമൊന്നുമില്ല. ഓക്കെ, ഇത് കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പ്രശ്നമില്ലല്ലോ? ഓക്കെ, അപ്പം ഇവിടെ കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ, ഓക്കെ നോട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ എന്ന് പറഞ്ഞാലേ, ഈ പെർട്ടർബേഷൻ വി എന്നുള്ളത് നമ്മൾ പറഞ്ഞത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷനിൽ വി എന്ന് വെച്ച് മേ ബി എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ടി, ടൈമിനെയും പൊസിഷനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യാം. കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഇഫ് ദ പെർട്ടർബേഷൻ ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം, പെർട്ടർബേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി കൊണ്ട് പറ്റില്ല എന്നുള്ളത്. ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിൽ നമ്മൾ കൊടുക്കുന്ന പെർട്ടർബേഷൻ എന്നുള്ള ഇറ്റ് ഈസ് ദെയർ ആൾവേസ്, എല്ലാ സമയത്തും ആ പെർട്ടർബേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയും വി എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പറയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഹീലിയം ആറ്റം എടുക്കുകയാണെങ്കിൽ ആ 2 ഇലക്ട്രോൺ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരു പെർട്ടർബേഷനാണ്. എല്ലാ സമയത്തും പെർട്ടർബേഷൻ ഉണ്ട്. ഫ്രം -∞ ടു +∞ ടൈം വരെ ആ പെർട്ടർബേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ. പക്ഷേ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കാറ്ററിങ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ ഫ്രം എ ഗോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഇനീഷ്യലി ഉള്ളത്. അപ്പോൾ ഗോൾഡ് ന്യൂക്ലിയസും ആൽഫയും തമ്മിൽ ഇൻട്രാക്ഷൻ ഒന്നുമില്ല. ആ ഗോൾഡ് ന്യൂക്ലിയസിന് അടുത്തേക്ക് ആൽഫ അടുത്ത് വരുന്തോറും ഈ ആൽഫയും ന്യൂക്ലിയസും തമ്മിലൊരു ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഇൻട്രാക്ഷൻ എന്നുള്ളത് എന്താണ്? ഒരു പെർട്ടർബേഷനാണ് ആക്ച്വലി.
ആ പെർട്ടർബേഷൻ എന്നുള്ളത് വളരെ കുറഞ്ഞ സമയത്തേ ഉണ്ടാവുള്ളൂ. കുറഞ്ഞ സമയത്ത് ആ ഗോൾഡ് ന്യൂക്ലിയസിനടുത്ത് ആൽഫ പാർട്ടികൾ വരുന്നുള്ളൂ. എഗെയിൻ ആൽഫ പാർട്ടികൾ തിരിച്ചെന്ത് ചെയ്യാണ്, ഇൻഫിനിറ്റിയിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് ആൽഫ പാർട്ടികൾ മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇനി വളരെ ലോങ് ടൈം ബിഫോർ ഇൻറ്ററാക്ഷൻ ആൻഡ് ലോങ് ടൈം ആഫ്റ്റർ ഇൻറ്ററാക്ഷൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഫ്രീ. അതിന് പെർട്ടർബേഷൻ ഒന്നും വരുന്നില്ല. പെർട്ടർബേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ ഈ പെർട്ടർബേഷൻ എന്നുള്ളത് നമുക്ക് കാണാം. അവിടുത്തെ പെർട്ടർബേഷൻ്റെ ഫോർമുല വരിക ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ന്യൂക്ലിയസ് 1/4πε0 Q1 Q2/R എന്ന് വരും. അപ്പോൾ ആ എക്സ്പ്രഷൻ എഴുതുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ടൈമിനെ എക്സ്പ്ലിസിറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ മീനിങ് ആ ഫോർമുല എഴുതുമ്പോൾ അതിൽ വരുന്നത് 1/4πε0 Q1 Q2/R എന്നുള്ളത് പൊസിഷനാണ്, ടൈമല്ല. അപ്പോൾ അവിടെ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ the perturbation is explicitly independent of time, but perturbation എന്നുള്ളത് it is available only for a small interval of time. അപ്പോൾ പെർട്ടർബേഷൻ്റെ ടൈം എന്താണ്, ഇൻഫിനിറ്റ് ടൈമിൽ പെർട്ടർബേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ പെർട്ടർബേഷൻ ഈസ് അവൈലബിൾ ഫ്രം എ ടൈം 0 to a time t. ബട്ട് ഇൻ ദാറ്റ് ഇൻ്റർവൽ ദ പെർട്ടർബേഷൻ ഹാസ് നോ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ടൈം. ആ ഒരു ഇൻ്റർവെല്ലിൽ ഈ പെർട്ടർബേഷൻ എന്തില്ല, ടൈമിൽ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഫോർമുല സ്റ്റാർട്ട് ചെയ്യാം. ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ WI/F ഈസ് ഈക്വൽ ടു 1/h². ദെൻ ദ modulus of 0 to integral 0 to t VFI into e raised to I omega t dt square. So that is equal to, ഇനി ഇവിടെ VFI എന്നുള്ളത് as V has no explicit dependence on time. V എന്നുള്ളത് ആക്ച്വലി VFI എന്നുള്ളത് it is UI V UF എന്നുള്ളതാണ്. അപ്പോൾ UI UF എന്നുള്ള ആൾറെഡി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണ്. V കൂടി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. സോ ഇറ്റ് ബിക്കംസ് VFI സ്ക്വയർ. സോ മോഡുലസ് എന്ന രീതിയിൽ തന്നെ എടുക്കണം. ബിക്കോസ് V വിൽ ബി ജനറലി അതെല്ലാം എന്തായിരിക്കും, കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. സോ VFI സ്ക്വയർ ബൈ h² ഇൻറ്റു ദ റിമൈനിങ് ഈസ് ഇൻ്റഗ്രൽ e raised to I omega t dt എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വരെ e raised to I omega t by I omega. സോ e raised to I omega fi t by I omega fi ഫ്രം ലിമിറ്റ് ഫ്രം 0 to t. ദെൻ അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VFI സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ e raised to I omega t മൈനസ് e raised to I omega 0 ദാറ്റ് ഈസ് 1 by I omega fi അതിൻ്റെ സ്ക്വയർ, മോഡുലസ് സ്ക്വയർ. ഞാൻ അവിടെ I omega fi ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോഡുലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം, അല്ല നേരിട്ട് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. സോ മോഡുലസ് സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും I omega fi ഇൻറ്റു മൈനസ് I omega fi ഉണ്ടാവും. അത് I omega fi സ്ക്വയർ എന്ന് കൊടുക്കാം, പുറത്തേക്ക് എടുക്കും. ഒമേഗ എഫ് ഐക്ക് നിങ്ങൾ മോഡുലസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒമേഗ എഫ് ഐ എന്നുള്ളത് റിയൽ ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് EF മൈനസ് EI ബൈ h² എന്നുള്ളതാണ് ഒമേഗ. EFഉം EIയും എല്ലാം റിയൽ ആയിരിക്കണം, മെഷറബിൾ ക്വാണ്ടിറ്റീസ് എനർജി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഒമേഗ എഫ് ഐ സ്ക്വയർ എന്ന് എടുക്കാം. ആൻഡ് ദ റിമൈനിങ് വിൽ ബി, ഇവിടെ നിങ്ങൾ കോംപ്ലക്സ് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം വരെ e raised to I omega fi t മൈനസ് 1 ദാറ്റ് ഈസ് ഈ ഒരു ടേം. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് e raised to മൈനസ് I omega t by മൈനസ് 1. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ you get e raised to first a into b. So e raised to I omega t into e raised to minus I omega t 1 എന്ന് വരും. Then e raised to minus e raised to I omega t, then minus e raised to minus I omega t, then minus 1 into minus 1 plus 1. So that is equal to VFI in the 1 plus 1 2 minus e raised to I omega t minus e raised to minus I omega t. Actually ഇവിടെ മൈനസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇടണം. ഇത് രണ്ടും മൈനസ് തന്നെയാണ്. So that becomes 2 എന്നുള്ളത് കൂടി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇയർ 2 എന്നുള്ളത് വരും 2 VFI ആൻഡ് ദിസ് e raised to I omega t പ്ലസ് e raised to മൈനസ് I omega t എന്നുള്ളതിനെ 2 cos omega t എന്നെടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 2 cos omega fi t. ആ 2ഉം ഈ 2ഉം പുറത്തേക്ക് എടുത്ത് ഇവിടെ 2 വന്നു. നോ 1 മൈനസ് കോസ് തീറ്റ ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഒരു 2 കൂടെ വരും. അപ്പോൾ സോ ഇറ്റ് ബിക്കംസ് 4 VFI സ്ക്വയർ h² omega fi സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ ഒമേഗ fi t ആണ്. സോ ഒമേഗ fi t ഡാഷ് ബൈ 2. ടി ഡാഷ് എന്ന് കൊടുത്തിട്ട് ഒമേഗ fi t ഡാഷ് അല്ല, ടി ഡാഷ് അല്ല, ടി എന്നുള്ളതാണ് വരിക. ഇവിടെ ടി ഡാഷ് അല്ല, ടി തന്നെയാണ്. ഒമേഗ fi t by 2 സൈൻ സ്ക്വയർ ഒമേഗ fi t by 2. ദാറ്റ് ഈസ്, സോ ദിസ് ഈസ് ദി
ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഇനി ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആൻഡ് ഒമേഗ എഫ് ഐ. ഒമേഗ എഫ് ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടൈമിലെ ഡിപ്പെൻഡൻസ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇഫ് യു ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ ടൈം ആൻഡ് ദിസ് W of I to F, W എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി, വി വിൽ ഗെറ്റ് സൈൻ സ്ക്വയർ ഒമേഗ എഫ് ഐ ടി ബൈ ടു എന്നുള്ളത് ഇറ്റ് വിൽ ബി 0 വെൻ ഒമേഗ എഫ് ഐ ടി ബൈ ടു ഇസ് ഈക്വൽ ടു 2n പൈ. അപ്പോൾ ദാറ്റ് ഈസ് 2n പൈ എന്ന് പറയുമ്പോൾ സോറി പൈ 2n പൈ പൈ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് പൈ 2 പൈ 3 പൈ മൈനസ് പൈ ആ സമയത്തെല്ലാം ഇത് 0 ആയിരിക്കും, ബിക്കോസ് സൈൻ പൈ ഇസ് ഈക്വൽ ടു 0. പൈ ആണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ടി ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ എന്നുള്ള ആ റേറ്റ്, 2 പൈ ബൈ ഒമേഗ, 4 പൈ ബൈ ഒമേഗ, ദെൻ 6 പൈ ബൈ ഒമേഗ. ഈ സമയത്തെല്ലാം ഈ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഒമേഗ 2 പൈ ബൈ ഒമേഗ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് പൈ. 2 പൈ ബൈ ഒമേഗ 2 ക്യാൻസൽ ചെയ്യും, ദെൻ ഇറ്റ് ബിക്കംസ് പൈ എന്ന രീതിയിൽ വരും. 2 പൈ ബൈ ഒമേഗ, ദെൻ 4 പൈ ബൈ ഒമേഗ. അപ്പോൾ ഈ ടൈമിൻ്റെ വാല്യൂ, ടൈം എന്നുള്ളത് 2 പൈ ബൈ ഒമേഗ ആണെങ്കിൽ ഇവിടെ വരെ 2 പൈ ബൈ ഒമേഗ ഇറ്റ് ബിക്കംസ് പൈ. ടൈം 4 പൈ ബൈ ഒമേഗ ആണെങ്കിൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് 2 പൈ എന്നാവും. അപ്പോൾ ആ ടൈമിലെല്ലാം പ്രോബബിലിറ്റി 0 ആണ്, ബിക്കോസ് W ഓഫ് I to F എന്നുള്ളത് 0 ആണ്. ആൻഡ് ഇറ്റ് ഈസ് മാക്സിമം വെൻ സൈൻ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു 1. ഇത് 1 ആവുന്ന സമയത്ത് മാക്സിമം വാല്യൂ ഫോർ വി എഫ് ഐ സ്ക്വയർ ബൈ എച്ച് ക്രോസ് ഒമേഗ എഫ് ഐ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാക്സിമം. സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് ഐ to the final state F is oscillating. അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So we can surely say that the system will be in the initial state. It will be 100% in the initial state at times 2 pi by omega, 4 pi by omega, 6 pi by omega. കാരണം ആ സമയത്തെല്ലാം അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? There is 0% probability of transition from initial to final. അല്ലെങ്കിൽ പറയാം 100% of probability to find the system in the initial state. അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കുമെന്നർത്ഥം. ആൻഡ് അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് ദാറ്റ് ഈസ് പൈ ബൈ ഒമേഗ, 3 പൈ ബൈ ഒമേഗ, ഈ ഒരു ടൈമിലെല്ലാം ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഈസ് മാക്സിമം. മാക്സിമം എന്ന് പറഞ്ഞാലും ഓർത്ത് വെക്കേണ്ടത് ദാറ്റ് മാക്സിമം ഈസ് നോട്ട് 100%. ബിക്കോസ് നമ്മൾ ആൾറെഡി തുടങ്ങുന്നത് തന്നെ എന്താണ്? ദിസ് ഈസ് എ പെർട്ടർബേഷൻ. വി എഫ് ഐ എന്നുള്ളൊരു പെർട്ടർബേഷൻ ആണ്. ഇറ്റ് ഈസ് എ സ്മോൾ വാല്യൂ വെൻ കമ്പയർ ടു ദി ഒറിജിനൽ H0. അപ്പോൾ ഇത് വളരെ സ്മാൾ ആയതുകൊണ്ട് തന്നെ ഈ മാക്സിമം പ്രോബബിലിറ്റി എന്നുള്ളതും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വെരി സ്മാൾ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഒരു 4%, 5% എന്ന ലെവലിലൊക്കെ അത് വരുന്നുണ്ടാവുള്ളൂ. അത്രയും വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കളക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നമ്മൾ റേഡിയേഷൻ പാസ് ചെയ്താൽ അതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എല്ലാ ഇലക്ട്രോണും എക്സെറ്ററി ലെവലിലേക്ക് പാസ് ചെയ്യില്ല. ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സെറ്ററി ലെവലിലേക്ക് പാസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഒമേഗ എഫ് ഐ ആൻഡ് വി എഫ് ഐ. ദാറ്റ് ഈസ് ദ മാക്സിമം probability. So the important point is it is for under constant perturbation, it is the probability is oscillating with the time. With the time it is oscillating and it is going between a maximum and a minimum. The maximum is also still smaller. The maximum എന്ന് പറഞ്ഞാലും അതും എന്തായിരിക്കും? വളരെ സ്മാളർ ആയിരിക്കും. And so because this 4 pi fi h omega fi square എന്നുള്ളത് this will be smaller except omega fi 0 ആവണം, അല്ലെങ്കിൽ ഇത് ലാർജർ ആവണമെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത കേസ് നോക്കാം. If you draw the graph between the variation of this wi to f with omega fi, omega fiയുമായി വേരിയേഷൻ നടത്തണമെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ഈ ഫോർമുല ഒന്ന് മാറ്റി എഴുതാം. That formula is for Vfi square by h cross omega fi sin square omega fi t by 2 എന്നുള്ളതാണ് ഫോർമുല. So it can be written as Vfi square by h cross square into this 4 by Vfi square എന്നുള്ളതിനെ omega fi, that is Vfi omega fi by 2 whole square എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കണം. omega fi by 2 whole square എന്നുള്ള ഇവിടെ വന്നു. omega fi square by 4. ഇവിടെ അഡീഷണലി ഞാനൊരു ടി സ്ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അവിടെ മൾട്ടിപ്ലൈ ബൈ ടി സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ക്യാൻസൽ ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ടു അപ്ലൈ എ ഫോർമുലാസ് ലിമിറ്റ് തീറ്റ ടെൻഡിങ് ടു 0 ഓഫ് സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആസ് ഒമേഗ എഫ് ഐ ഈസ് ടെൻഡിങ് ടു 0. നൗ രണ്ടാമത്തെ വേരിയേഷൻ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഐ എം ഡ്രോയിങ് ദ വേരിയേഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ വേഴ്സസ് with respect to the
ഒമേഗ എഫ് ഐ. ഒമേഗ എഫ് ഐ എന്ന് പറയുമ്പോൾ അവിടെ ആരാ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? ഐ എന്നുള്ള ഇനിഷ്യൽ സ്റ്റേറ്റ് അവിടെ കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണുള്ളത്. ഫൈനൽ സ്റ്റേറ്റ് എഫ് എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഇ എഫ് എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിൻ്റെ എനർജി മാറും. അതിനനുസരിച്ച് ഇ എഫ് മൈനസ് ഇ ഐ ബൈ എച്ച് ക്രോസ് എന്ന് പറയുന്ന ഒമേഗ എഫ് ഐ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒമേഗ എഫ് ഐയിലുള്ള വേരിയേഷൻ അനുസരിച്ച് ട്രാൻസിഷനിൽ ചേഞ്ച് വരുന്ന പ്രോബബിലിറ്റി ചേഞ്ച് വരുന്നതെന്ന് നോക്കി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ആസ് ഒമേഗ എഫ് ഐ ടെൻസ് ടു 0, ഒമേഗ എഫ് ഐ ടി ബൈ 2 അപ്പോൾ എന്താവും 0ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ് വിൽ ബി ലിമിറ്റ് ഒമേഗ എഫ് ഐ t by 2 tending to 0 of this one, and this is sin square x by x square in the formula, so it will be 1. So we get vfi square t square by h cross square, that is maximum. Adana maximum ennu parayum, equal to ennaanu, it is a comma, a maximum, this is a maximum. So the maximum probability of transition is obtained when omega fi is almost equal to 0. Omega fi 0 enna meaning endane? It means that EF minus EI is equal to 0. അപ്പോൾ EFും EIയും വളരെ ക്ലോസ് ആവണമെന്നർത്ഥം. സോ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് കൺസിഡറബിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒമേഗ എഫ് ഐ 0ലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ മാക്സിമം പ്രോബബിലിറ്റി വരുന്നത്. ആൻഡ് ദാറ്റ് മാക്സിമം പ്രോബബിലിറ്റി ഈസ് വി എഫ് ഐ സ്ക്വയർ ടി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഈസ് അപ്രീഷ്യബിൾ ഓൺലി ഇൻ ദിസ് റേഞ്ച്. ഒമേഗ എഫ് ഐയുടെ ഈ ഒരു റേഞ്ചിൽ മാത്രമേ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ അപ്രീഷ്യബിൾ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം ഒമേഗ എഫ് ഐയുടെ വാല്യൂ ഈ റേഞ്ചിന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് നെഗ്ലിജിബിൾ. ദാറ്റ് ഈസ് ദ സിസ്റ്റം സെൽഡം ഇറ്റ് മേക്സ് എ ട്രാൻസിഷൻ. So the transition probability is appreciable only if the system makes a transition from one initial state EI to a very close final state EF. അതിന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസിഷൻ നടക്കാൻ പറ്റുള്ളൂ. ഏത് കേസിൽ? കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ the transition probability is appreciable only if omega fi is between minus 2 pi by t to plus 2 pi by t. അപ്പോൾ ഏകദേശം ഓഫ് ദ ഓർഡർ ഓഫ് 2 pi by t. ഒമേഗ എഫ് ഐയുടെ വാല്യൂ ഓഫ് ദ ഓർഡർ ഓഫ് 2 pi by t ആണെങ്കിൽ മാത്രമേ ട്രാൻസിഷൻ പ്രോബബിലിറ്റി വരുന്നുണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്. അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ പറഞ്ഞു കഴിഞ്ഞു. 2n pi. So from the we see that the transition probability is appreciable only if the omega fi lies in a bandwidth ഡെൽറ്റ ഒമേഗ എഫ് ഐ സിക്കൽ 2 pi by t. ഈ ഒരു ബാൻഡിൽ വരികയാണെങ്കിൽ ആ സെൻറ്ററിൽ വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ട്രാൻസിഷൻ പ്രോബബിലിറ്റി അപ്രീഷ്യബിൾ ആളും അറൗണ്ട് ദ വാല്യൂ ഓഫ് ഒമേഗ എഫ് ഐ സിക്കൽ ടു 0. The graph implies that transition is appreciable only if the final state is very close to initial state. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാം, ഒമേഗ എഫ് ഐ ഈസ് ലെസ് ദാൻ 2 pi by t, or EF minus EI is less than 2 pi by t h cross, or delta E, that is change in energy, is less than h cross by t, that is delta E delta t is h cross, or the time t is less than h cross by delta E. That is നമുക്ക് പറയാം t എന്ന് പറയുമ്പോൾ it is the time during which the perturbation is applying. Perturbation apply ചെയ്യുന്ന ടൈമാണ് ആ t എന്നുള്ളത്. So the constant perturbation rarely causes transition between levels with മെഷറബിളി ഡിഫറെൻറ്റ് എനർജീസ്. എന്ന് വെച്ചാൽ മെഷറബിളി ഡിഫറെൻറ്റ് എനർജീസ് എന്ന് പറഞ്ഞാൽ ഇ ഐയും ഇ എഫും തമ്മിൽ കുറച്ചുകൂടി നല്ലൊരു ഫൈനൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ട്രാൻസിഷൻ പോസിബിൾ അല്ല. കോൺസ്റ്റന്റ് പെർട്ടർബേഷനിൽ ട്രാൻസിഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം, അവിടെ എനർജി ലെവൽസ് വളരെ ക്ലോസ് ആയിരിക്കണം. വളരെ ക്ലോസ് ആണെങ്കിൽ മാത്രമേ ട്രാൻസിഷൻ പോസിബിൾ ആവുള്ളൂ. സോ ദാറ്റ് അതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ ട്രാൻസിഷൻ വരുന്നുണ്ടാവുള്ളൂ. നൗ സോ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ അതിൻ്റെ അപ്ലിക്കേഷൻ. ഈ കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ്റെ ഒരു ചെറിയ അതിൻ്റെ വേറെ അപ്ലിക്കേഷനാണ് ട്രാൻസിഷൻ ടു എ കണ്ടിന്യൂം. കണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒരു എനർജി ലെവലിന് ഇ ഐ എന്ന് പറയുന്ന എനർജി ലെവലിൽ നിന്ന് ഇ എഫ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ യു ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് യു എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ യു ഐയും യു എഫും എന്തായിരുന്നു, ദേ വെർ ഡിസ്ക്രീറ്റ് ലെവൽസ്. സപ്പോസ് ഫൈനൽ ലെവൽ എന്നുള്ളത് ഒരു കണ്ടിന്യൂം ആണെങ്കിൽ, കണ്ടിന്യൂം എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണെങ്കിൽ, സപ്പോസ് ദ ഫൈനൽ സ്റ്റേറ്റ് ഈസ് പാർട്ട് ഓഫ് എ കണ്ടിന്യൂം. വാട്ട് ഈസ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ടു എ കണ്ടിന്യൂം? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻഫിനിറ്റ്സിമലി ക്ലോസ് ആയിട്ടുള്ള ലെവൽസ് ആണ് ഫൈനൽ ലെവൽ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, ഒരു ടേം കൺസിഡർ ചെയ്യാം, റോ ഇ എഫ്. ദാറ്റ് ഈസ് ദ
It is called density of states. Density of state എന്ന് പറയുമ്പോൾ it is number of energy levels per unit energy interval. യൂണിറ്റ് എനർജി ഇൻ്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ലെവൽസ് ആണ് റോ ഇ എഫ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റോ ഇ എഫ് ഡി ഇ എഫ് എന്നുള്ളത്, ഡി ഇ എഫ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് അറ്റ് ഇൻഫിനിറ്റ്സിമൽ എനർജി ഡിഫറൻസ് എനർജി ഇൻ്റർവെൽ എന്ന് പറയാം. ഇൻഫിനിറ്റ്സിമൽ എനർജി ഇൻ്റർവെൽ അറ്റ് ഇ എഫ്. സോ റോ ഇ എഫ് ഡി ഇ എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റോ ഇ എഫ് എന്നുള്ളത് ഇറ്റ് ഈസ് നമ്പർ ഓഫ് എനർജി ലെവൽസ് പെർ യൂണിറ്റ് ഇൻ്റർവെൽ. So number of energy levels per unit interval into energy interval എന്ന് കൊടുക്കുകയാണെങ്കിൽ it becomes the number of energy levels in an interval DEF. DEF എന്നുള്ള ആ ഇൻ്റർവെല്ലിലുള്ള എനർജി ലെവൽസ് ആയിരിക്കും ഇത്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഇൻ an interval from EF to EF plus DEF. EF മുതൽ EF plus DEF വരെയുള്ള ആ ഒരു സ്റ്റേറ്റിലുള്ള ഒരു ചെറിയ ബാൻഡിലുള്ള നമ്പർ ഓഫ് ലെവൽസ് ആണ് റോ EF DEF എന്നുള്ളത്. So the probability of transition from the initial level, and initial level UI എന്നുള്ള initial level നിന്ന് to any one of the levels between EF and EF plus DEF. ഈ EF മുതൽ EF plus DEF വരെയുള്ള കണ്ടിന്യൂസ് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു ലെവലിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് DW എന്ന് വിളിക്കാം. DW എന്ന് പറയുമ്പോൾ വി ആർ കൺസിഡറിങ് എ സ്മോൾ ബാൻഡ് ബിറ്റ്വീൻ EF ആൻഡ് DEF. So the transition probability to that small band is dW. dW is equal to transition probability to a single state in that band into number of states in that band. അപ്പോൾ ഇവിടെ small w I to f എന്ന് പറയുമ്പോൾ it is the transition probability from a single initial state to a single final state. അത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? We have to multiply with the number of levels in the continuum. ആ കണ്ടിന്യൂം അല്ലെങ്കിൽ ഫൈനൽ ലെവലിലുള്ള നമ്പർ ഓഫ് ലെവൽസ് ഇവിടെ ഈ ഫോമിൽ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഇനീഷ്യലും ഒരു ഫൈനലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് ലെവൽസ് ആർ ഡിസ്ക്രീറ്റ്. ബട്ട് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ടു എ ഫൈനൽ ടു എ കണ്ടിന്യൂം ഓഫ് ഫൈനൽ ലെവൽസ്. കണ്ടിന്യൂം എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ആ സമയത്ത് the probability of transition into that continuum of infinitesimally small band DEF will be rho EF into DEF into, that is the number of levels in that band, into the probability of transition into one level, so WI to F rho EF DEF. So the total transition probability to the continuum, ആ കണ്ടിന്യൂത്തിലേക്ക് മൊത്തത്തിലുള്ള ട്രാൻസിഷൻ പ്രോബിലിറ്റി ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും. W is equal to integral dW, that is equal to ഇതിനുള്ള ഫോർമുല നമുക്ക് ആൾറെഡി അറിയാം. 4 VFI by h cross omega FI square into sin square FI by FI t by 2 into rho EF DEF. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വീണ്ടും ഒരു അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാൻ പോകണേ. ആ അപ്രോക്സിമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ടേം ഫോർ ഈ VFI by h cross omega FI square sin square FI t by 2 എന്നുള്ള ടേം ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ only in a narrow band around the initial level. ആ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ലെവലിൻ്റെ വളരെ ചെറിയൊരു ബാൻഡിൽ മാത്രമേ ഇത് അപ്രീഷ്യബിൾ ആയി വരുന്നുള്ളൂ. നമ്മളിതിൻ്റെ ഗ്രാഫ് വരച്ചതാണ് നടക്കുക. ആ ഒരു ലെവലിൽ മാത്രം, ബിക്കോസ് ഒമേഗ FI എന്നുള്ള ടേം 0 ആവുന്ന ആ ഒരു ലെവലിൽ മാത്രമേ ഈ ഫംഗ്ഷന് കോൺട്രിബ്യൂഷൻ വരുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതിൻ്റെ വാല്യൂ ആൾമോസ്റ്റ് എന്താണ്? 0 ആണ്. സോ വാട്ട് ഐ ആം സെയിങ് ഈസ്, ഇവിടെ ഞാൻ ലിമിറ്റിന് റേഞ്ച് കൊടുത്തിട്ടില്ല. ഈ ഇൻ്റഗ്രലിന് ഒരു ലിമിറ്റ് കൊടുത്തിട്ടില്ല. ആ റേഞ്ച് എന്നുള്ളത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി, നമുക്ക് പറയാമെന്ത്, ഫ്രം ദ ലോവർ ലെവൽ ഓഫ് ദ കണ്ടിന്യൂം ടു ദ അപ്പർ ലെവൽ ഓഫ് കണ്ടിന്യൂം. ആ കണ്ടിന്യൂത്തിൽ നമ്മൾ ലോവർ ലെവൽ മുതൽ അപ്പർ ലെവൽ വരെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഈവൻ ഇഫ് വി exceeds the limit, even if we extend the limit from minus infinity to plus infinity, there will be no problem, because minus infinity plus infinity എന്നുള്ള ആ സമയത്തെല്ലാം ഈ ടേം ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? 0 ആയിക്കോളും. ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ആക്കണം. അപ്പോൾ ഇഫ് ഐ ചേഞ്ച് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, there will be no problem mathematically, because automatically this term will be 0 outside omega FI is equal to 0. The contribution to this term comes only from a narrow band about the EI, initial energy ലെവലിൻ്റെ വളരെ അടുത്തുള്ള ബാൻഡിൽ നിന്ന് മാത്രമേ കോൺട്രിബ്യൂഷൻ വരുള്ളൂ. So we can extend the limit from minus infinity to plus infinity. That is one approximation. Another one is this factor.
ഇത് കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കണം. വി എഫ് ഐ എന്നുള്ളത് ഇറ്റ് ഈസ് എ സ്ലോലി വേരിയിങ് ഫംഗ്ഷൻ, slowly varying function of time, so that VFI can also be taken out. അതും വളരെ സ്ലോലി വേരിയിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻ്റർവെല്ലിൽ ആ ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, വി എഫ് ഐ എന്നുള്ളതിനെയും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. സോ ഇതും പുറത്തേക്ക് വരും. സോ വാട്ട് വിൽ ബി റിമൈനിങ് ഈസ് സൈൻ സ്ക്വയർ ഒമേഗ എഫ് ഐ ടി. ദെൻ റോ ഇ എഫ് എന്നുള്ളതും ഇറ്റ് ഈസ് ആൾസോ കമ്മിങ് ഔട്ട്, ബിക്കോസ് റോ ഇ എഫ് എന്നുള്ളതും ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഡി ഇ എഫ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഒമേഗ എഫ് എന്നുള്ളൊരു വേരിയബിൾ ആണ്. എന്തുകൊണ്ട് വേരിയബിൾ ആവുന്നു? വേരിയബിൾ ആവാനുള്ള റീസൺ യു ഐ എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് ആണ്, ബട്ട് യു എഫ് എന്നുള്ള ഫൈനൽ സ്റ്റേറ്റ് വേരിയിങ് ആണ്, ഒരു കണ്ടിന്യൂം ആണ്. അപ്പോൾ യു എഫ് അനുസരിച്ച് എന്ത് ചെയ്യും, ഒമേഗ എഫ് ഐ മാറും, ബിക്കോസ് ഇ എഫ് മൈനസ് ഇ ഐ ബൈ എച്ച് ക്രോസ് ആൻഡ് ദിസ് ഇ എഫ് ഈസ് ആൾസോ വേരിയബിൾ. അപ്പോൾ ഈ രണ്ട് വേരിയബിളിനെ ഒരു വേരിയബിളിലേക്ക് മാറ്റി എഴുതണം. അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇ എഫ് മൈനസ് ഇ ഐ ഈസ് എച്ച് ക്രോസ് ഒമേഗ എഫ് ഐ. സോ ഡി ഇ എഫ് ഈസ് എച്ച് ക്രോസ് ഡി ഒമേഗ എഫ് ഐ, ബിക്കോസ് ഇ ഐ ഈസ് സിംഗിൾ ലെവൽ, ഒരു ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഒരു കണ്ടിന്യൂത്തിലേക്ക് പോകുന്ന ട്രാൻസിഷനാണ്. അപ്പോൾ ഡി ഇ ഐ 0 ആയിരിക്കും. സോ ഡി ഇ എഫ് ഈസ് എച്ച് ക്രോസ് ഡി ഒമേഗ എഫ് ഐ. ദെർഫോർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു, നമ്മൾ ഇവിടെ ഇത് 4 ഒമേഗ വി എഫ് ഐ സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ദെൻ റോ ഇ എഫ്, അത്രയും ടൈം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എച്ച് ക്രോസ് സ്ക്വയർ റോ ഇ എഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ഓഫ് omega fi t by 2 by omega fi square into h cross d omega fi. So that h cross can also be taken out, so it becomes h cross here, then rho ef. Then ബാക്കിയുള്ളതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത് ബൈ യൂസിങ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ സ്റ്റെപ്പ് കാണിച്ചെന്നുള്ളൂ. യു ക്യാൻ മേക്ക് ഫ്രം ദിസ്, യു ക്യാൻ മേക്ക് ടു ദിസ് സ്റ്റെപ്പ് ഡയറക്റ്റ്ലി. ഇവിടെ വേണമെങ്കിൽ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. ബൈ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് 2π, ഏതായാലും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത് കൊടുക്കണം. അതിൻ്റെ ഇൻ്റഗ്രൽ പൈ എന്നായിരിക്കും. സോ ഇറ്റ് ഈസ് 2π ബൈ എച്ച് ക്രോസ് ഇൻറ്റു വി എഫ് ഐ സ്ക്വയർ റോ ഇ എഫ് ടി. സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം എ സിംഗിൾ ലെവൽ ടു എ കണ്ടിന്യൂം ഓഫ് ലെവൽസ് അറൗണ്ട് ഇ ഐ. സോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ടൈം. അത് ടൈമിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇറ്റ് വിൽ ബി 2π എച്ച് ക്രോസ് വി എഫ് ഐ സ്ക്വയർ റോ ഇ എഫ് ടി എന്നുള്ളത് പോവും. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം എന്ന് വരും. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ടൈം. സോ ദ റേറ്റ് ഓഫ് ട്രാൻസിഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. റേറ്റ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ട്രാൻസിഷൻ പെർ യൂണിറ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ പെർ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ട്രാൻസിഷൻ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ഫെർമിസ് ഗോൾഡൻ റൂൾ ഓഫ് ടൈം ഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. And the probability can be that is Fermi's golden rule. ഇത് നമുക്ക് രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന് വേണമെങ്കിലും ഇത് കിട്ടുന്നുണ്ടാവും, ഈ ഒരു റൂള്. വിച്ച് റൂൾ? ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ടൈം എന്നുള്ളത്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം സെക്കൻഡ് പ്ലോട്ടിൽ നിന്ന് ആസ് ടി ഈസ് ഇൻക്രീസിങ് ദ ഹൈറ്റ് വിൽ ബി ഇൻക്രീസിങ് ആസ് ടി സ്ക്വയർ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് സെക്കൻഡ് ഗ്രാഫ് അനുസരിച്ച്. അപ്പോൾ ഈ ഗ്രാഫ് അനുസരിച്ച് നിങ്ങൾക്ക് കാണാം, ഇത് ദാറ്റ് ഈസ് ദ മാക്സിമം പ്രോബബിലിറ്റി അറൗണ്ട് ഒമേഗ എഫ് ഐ is equal to 0, it will be increasing as t square, and the width of that probability will be decreasing as 1 by t. width എന്നുള്ളത് 1 by t ക്ക് പ്രൊപ്പോർഷണലാണ്. ട്രാൻസിഷൻ പ്രോബബിലിറ്റി ടി സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. width എന്നുള്ളത് 1 by t ക്ക് പ്രൊപ്പോർഷണലാണ്. സോ ദ ടോട്ടൽ പ്രോബബിലിറ്റി it is represented by the area under the curve. That area will be proportional to t square by t, that is t. The area will be proportional to t. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. So it shows that this is called the Fermi's golden rule of transition probability. Fermi's golden rule in time independent perturbation theory. So നമുക്ക് ഇന്ന് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു.